ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതും പൊറോട്ടയാണെന്ന്, പക്ഷെ പൊറോട്ടയേക്കാൾ ടേസ്റ്റ് ആണ്. പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും പണികളൊന്നും ഇതിനില്ല. ഒത്തിരി സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട, വീശി അടിക്കണ്ട, നമ്മൾ ഉണ്ടാക്കിയ ശേഷം നമ്മൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് ലെയർ വരാൻ വേണ്ടി അങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി പൊറോട്ടയേക്കാൾ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഏകദേശം അരക്കപ്പോളം നമ്മൾ ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്ന് വെച്ച ചോറ് തന്നെയാണ്. നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ വെച്ച ചോറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം, അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് മാവൊക്കെ കുഴക്കാൻ പറ്റിയ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സെയിം കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ മൈദപ്പൊടി മാത്രമായിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ചിലർക്ക് മൈദപ്പൊടി മാത്രമായിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത്ര ഹെൽത്തി ആയിട്ട് അല്ല, ഹെൽത്തി അല്ല, മൈദപ്പൊടി എന്ന് പറയുമ്പോൾ അത്ര ഹെൽത്തി അല്ല. പക്ഷെ നമ്മൾ ഗോതമ്പിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാലോ. അപ്പൊ ആ ഒരു മിക്സ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് കൈയൊക്കെ നന്നായിട്ട് പറ്റി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം ചോറാണല്ലോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. പോരാത്തതിന് മൈദയൊക്കെ ഉള്ളതാണ്. അപ്പൊ കൈ നന്നായിട്ട് പറ്റി പിടിക്കും. അപ്പൊ ഇടയ്ക്ക് വെള്ളം കൊണ്ടൊന്ന് കഴുകിയ ശേഷം വീണ്ടും ഒന്ന് കുഴക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം എണ്ണയോ അല്ലെങ്കിൽ ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മളിത് ഒത്തിരി നേരമൊന്നും കുഴക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് 2 സെക്കൻഡ് ഒന്ന് മാവ് കുഴച്ച ശേഷം നമുക്കൊന്ന് അത് ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒത്തിരി നേരം കുഴച്ച് വെക്കുന്നൊന്നുമില്ല, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ ഉരുട്ടുന്ന പോലെ തന്നെ ജസ്റ്റ് ഉരുട്ടിയെടുത്താൽ മതി. എല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ഇതേ വേണ്ടു, അത്രയും സമയം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മളിത് പരത്തുന്നതിന് കുറച്ച് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ പരത്തണം കേട്ടോ. കാരണം നമ്മൾ ചോറ് ചേർത്തിട്ടാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മാക്സിമം പരത്തിയെടുക്കുക കേട്ടോ. ഏത് ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല. പരത്തി പരത്തി റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. മാക്സിമം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പരത്തിയെടുക്കുക. ഈ ഒരു ലെവലിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം എന്തായാലും മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. കാരണം ഈ ഒരു എണ്ണ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് നല്ല രീതിക്ക് അത് ലെയർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മേലെ കുറച്ച് പൊടി വിതറി കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. സിമ്പിളായിട്ട് കഴിഞ്ഞു കേട്ടോ പരിപാടി. അല്ലാതെ വീശി അടിക്കൽ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി അതൊന്ന് ഒരു ഭാഗത്ത് നിന്ന് ചുരുട്ടി കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ. ബാക്കി വരുന്ന ഭാഗം അതിൻ്റെ അടിയിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനത് ചെയ്യുമ്പം കുറച്ച് മുകളിലേക്കായിട്ട് പിടിച്ചു പോയി, അതാണ് ക്യാമറയിൽ കാണാതെ പോയത്. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. കണ്ടില്ല, അത് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് കാര്യത്തിലൊന്നും അല്ല വന്നിരിക്കുന്നത്. ഏതൊക്കെയോ ഷേപ്പിലാണ് ഉള്ളത്. ഇപ്പം അതൊന്നും പ്രശ്നേ അല്ല. വീണ്ടും നമ്മൾ അതുപോലെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ആ അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന ഭാഗം ക്യാമറയിൽ കാണുന്നുണ്ടെന്നാണ് കരുതിയത്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് പ്രശ്നമൊന്നുമില്ല, അടിയിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് ഞാൻ കുറച്ച് ബട്ടർ ഉരുക്കിയെടുത്തതാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓപ്ഷണലാണ്. കാരണം നിർബന്ധമില്ല, മല്ലിയില ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ പശുനെയ്യ് ആണെങ്കിൽ പശുനെയ്യ്, ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ജസ്റ്റ് മേലെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളത് ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. കട്ടി കുറഞ്ഞ് പരത്തിയെടുക്കരുത്, മിനിമം ഒരു കട്ടിയിൽ തന്നെ അതൊന്ന് പരത്തുക. ഓവറായിട്ട് നല്ല നേരിയ രീതിയിൽ അങ്ങനെ പരത്തരുത്, അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി അതിൻ്റെ മേലെ ആ ഒരു ബട്ടറിൻ്റെ ഇത് തേച്ച് കൊടുക്കുകയാണ്. അല്പം മാത്രം കേട്ടോ, ഒത്തിരി വേണ്ട. പിന്നെ നമ്മളത് ചുട്ടെടുക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ഒന്ന് അല്പം കൂടി നെയ്യ് ചേർത്ത ശേഷം നമുക്ക്, നെയ്യോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കല്ല് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓൾറെഡി ഞാനത് ബട്ടർ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ബട്ടർ തേച്ച ഭാഗം അടിയിലേക്കാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പുറത്തെ വശം കൂടെ ഞാൻ അല്പം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രത്തോളം നെയ്യ് ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ. ഇനി അത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. രണ്ട് മൂന്ന് തവണ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല പൊറോട്ടയുടെ ടെക്സ്ചർ അല്ലേ വന്നേ. സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ അട്ടി അട്ടി വെച്ചിട്ട് ഒരു അടി ഉണ്ടല്ലേ. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ലെയറായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ട ഇതുകൊണ്ടാണ് നമ്മൾ പൊറോട്ടയൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ മടിക്കുന്നത് അല്ലേ. അതും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. സൈഡൊക്കെ നല്ല രീതിയിൽ പൊന്തി വരുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓരോന്ന് പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. വീണ്ടും അതുപോലെ ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ചുട്ടെടുത്തിട്ട് നോക്കാം. അത്യാവശ്യം നല്ല കനത്തിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുത്തത് കേട്ടോ. ആ അരിവശമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിക്ക് പൊന്തി വരുന്നുണ്ട്. ഒക്കെ റെഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് 4 ചെറിയ രീതിയിലുള്ള സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പച്ചമുളക്, വലിയ പച്ചമുളകാണ്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി അതുകൂടി ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില. ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക.
ഉള്ളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വേറിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു 4 വിസിൽ അടിച്ച് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുണ്ടുള്ള കുക്കർ ആയതുകൊണ്ട് ശരിക്കും കാണുന്നില്ല, അതുകൊണ്ട് ഞാനത് പാത്രം മാറ്റിയതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നേരത്തെ ആഡ് ചെയ്തതുകൊണ്ട് നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതി കേട്ടോ, കാരണം നല്ല എരിവുള്ള മുളകാണ്. ലാസ്റ്റോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളകോ അല്ലെങ്കിൽ ചുവന്ന മുളകോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1 സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 4 പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഒരിത്തിരി എരിവും കൂടെ ചേർത്താൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഒരല്പം മുളക് പൊടി കൂടി ഞാൻ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളത് ആദ്യമേ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം 1-2 സെക്കൻഡും കൂടെ ഒന്ന് ഇതുപോലെ വഴറ്റിയ ശേഷം നമുക്ക് മാറ്റാം. അങ്ങനെ തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റ് റെഡി ആയിട്ടോ. സമയമൊന്നും ഇല്ലാത്ത സമയം ഇതുപോലെയൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കുക്കറിൽ വിസിലടിച്ച് വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അല്ലാതെ നമ്മൾ എണ്ണയിലിട്ടിട്ടല്ലല്ലോ വഴറ്റിയെടുക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നാവും കേട്ടോ. നമ്മൾ പൊറോട്ട നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല അതിൻ്റെ ടെക്സ്ചറൊന്നും, ഇപ്പം കാണിക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലെയറൊക്കെ കണ്ടില്ലേ, നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അടിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പരിപാടികളേ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു കഷ്ണം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കണ്ടില്ലേ, ലെയർ കണ്ടില്ലേ, ഏത് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട്